ഗുരുതരമായി തലയ്ക്കൊക്കെ പരിക്കേറ്റ ഈ കുട്ടി ശ്രീകുട്ടി ഇപ്പോൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ നില തൃപ്തികരമാണെന്ന ആശ്വാസകരമായ വാർത്ത കൂടി പുറത്തു വരുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മേഘന മുരളി നമുക്കിപ്പം ശരിയാണ്. മേഘന, ഗുഡ് മോർണിംഗ്. വല്ലാത്തൊരു പ്രഭാതമാണ്. കാരണം നമ്മുടെ ട്രെയിനുകളിലേക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന എത്രയോ പെൺകുട്ടികളും സ്ത്രീകളും ഉണ്ട്. അവരുടെയൊക്കെ സുരക്ഷ എത്രമാത്രം ചോദ്യചിഹ്നമാണ് എന്നുകൂടി ഈ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വല്ലാതെ നമ്മൾ ഭയപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. മദ്യപിച്ച് വണ്ടികളിലൊക്കെ കയറുന്ന ആളുകൾ ഒരു പ്രകോപനമില്ലാതെ ഒരു 19-കാരിയെ ചവിട്ടി ട്രെയിന് പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നു. സത്യത്തിൽ ഭാഗ്യത്തിൻ്റെ അംശം ആ കുട്ടിക്ക് നന്നായി ഉണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു ട്രെയിൻ പാസ് ചെയ്തു പോകുന്ന പാളത്തിലേക്കെങ്ങാനും വീണിരുന്നെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടായേനെ. പറയൂ. തീർച്ചയായും എസ് കെ, ഞങ്ങൾ പെൺകുട്ടികൾ എങ്ങനെയാണ് സുരക്ഷിതമായി ട്രെയിനുകളിൽ യാത്ര ചെയ്യുക, അതും സാധാരണക്കാരും അതിസാധാരണക്കാരും യാത്ര ചെയ്യുന്ന ജനറൽ കമ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ മദ്യപിച്ച് നിലത്ത് കാലുറയ്ക്കാത്ത രീതിയിൽ ഒരു പുരുഷൻ കടന്നു കയറുന്നത് എന്നടക്കമുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. അത് ഇന്നലെ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുമ്പോഴും വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത് പെൺകുട്ടികൾക്ക് രാത്രിയിൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരിടമായി റെയിൽവേ മാറുന്നുണ്ടോ എന്നടക്കമുള്ള വലിയ ചോദ്യങ്ങളും അത് ഒരു പെൺകുട്ടി എന്ന രീതിയിലും വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നു. 2011 നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗമ്യയുടെ സംഭവങ്ങളൊക്കെ വലിയ തരത്തിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇന്നലെ 10:30 ഈ പെൺകുട്ടിയെ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. ആദ്യം വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊല്ലം മെമു വഴി എത്തിക്കുന്നു. അതിനുശേഷം ആംബുലൻസിൽ ആണ് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. ആദ്യം വെന്റിലേറ്ററിലായിരുന്നു യുവതി ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് യുവതിയുടെ ആരോഗ്യനിലയിൽ, പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളൊരു പ്രതികരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതിൽ ആദ്യം വരുമ്പോൾ തന്നെ വലിയൊരു തരത്തിലുള്ള ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു. അത് വീഴ്ചയുടെ ഒരു ആഘാതം, അത് തലയ്ക്ക് വലിയ രീതിയിൽ ഒരു പരുക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ പുറകിൽ നിന്ന് ചവിട്ടി എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തും പറയുന്നത്. യാതൊരു വിധത്തിലും പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ബഹളമോ അവിടെ ഒരു വഴക്കോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ റെയിൽവേ പാളത്തിലേക്ക് വീഴുകയായിരുന്നു. അതിന്റെ വലിയൊരു ആഘാതം ഉണ്ടായിട്ടുണ്ട് തലയ്ക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ വലിയൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യം, അത് നമ്മൾ ഇന്നലെ ആശങ്കപ്പെട്ടതുപോലുള്ള ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ 48 മണിക്കൂറാണ് ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു നിരീക്ഷണത്തിൽ ഡോക്ടർമാർ പറയുന്നത്. അതിനുശേഷം സർജറിയും മറ്റും ആവശ്യമായി വരുമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകമായി സജ്ജീകരിച്ച സർജറി ICU യൂണിറ്റിലാണ് പെൺകുട്ടി ഉള്ളത്. അത് ഈ രക്തസ്രാവം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം വന്നതിന് ശേഷം സർജറിയും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അത് ഭാഗ്യത്തിന് അല്ലെങ്കിൽ കൃത്യസമയത്ത് റെയിൽവേ പോലീസും അതുപോലെ തന്നെ ട്രെയിനിലെ യാത്രക്കാരും വർക്കല ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് മാത്രം പെൺകുട്ടി ഇപ്പോൾ ജീവനോടെ അല്ലെങ്കിൽ ജീവൻ നിലനിർത്തുന്നു എന്ന് പറയണം. കാരണം അവിടെ നിന്ന് വലിയ ഗുരുതരാവസ്ഥ കണ്ടാണ് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പെൺകുട്ടിയെ മാറ്റുന്നത്. അങ്ങനെ കൃത്യസമയത്ത് സംയോജിതമായിട്ടൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയ തരത്തിൽ ഇന്ന് ദുഃഖകരമായിട്ടുള്ളൊരു പ്രഭാതമായി ഇന്ന് മാറിയേനെ എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എന്തായാലും 48 മണിക്കൂറാണ് പെൺകുട്ടിയുടെ മുരളിയാണ് വിവരങ്ങളുമായി ചേർന്ന്. ഇയാൾ ഈ സുരേഷ് കുമാർ, വെള്ളറടയിലെ സുരേഷ് കുമാർ സ്ഥിരം മദ്യപനാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. എങ്ങോട്ടാണ് താൻ പോകുന്നതിനെ കുറിച്ചോ പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് എപ്പോഴും നാട്ടുകാരോട് പറയുക. ഏറ്റുമാനിലേക്ക് ജോലി അന്വേഷിച്ച് പോവുകയാണെന്നാണ് ഇയാൾ ഇന്നലെ രാവിലെ പറഞ്ഞതെന്നാണ് ഒരു അയൽവാസി പറയുന്നത്. അത് ആ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അവൻ കോട്ടയത്ത് അജി എന്ന് പറയുന്ന കൊത്തമ്പള്ളിയുടെ മുകളിലുള്ള പയ്യൻ്റെ വീട്ടിൽ അവൻ അവിടെ താമസിക്കുന്നിടത്ത് അവങ്ങാരെ മുതലാളിക്ക് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി റൈറ്റ് കൊടുക്കാൻ പോയത്. 6 മണിക്കുള്ള ട്രെയിൻ കന്യാകുമാരി എക്സ്പ്രസ്സാ എന്തോ ഒരു ട്രെയിനിലാണ് പിടിച്ച് പോകണമെന്ന് പറഞ്ഞത്. അതിൽ പോയെന്ന ഒരു പിടുത്തമില്ല. അറിയാം. ഇന്നലെ ഇവിടെ രാവിലെ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. വെള്ളമടിക്കും. ഇന്നലെ ഒരു 8 മണിക്കൊക്കെ ഞാൻ കണ്ടു. ഏറ്റുമാനൂർ ഒരു പണി നോക്കി പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും മെഡിക്കൽ കോളേജിൽ നടന്ന പരിശോധനയിൽ ഈ പെൺകുട്ടിയുടെ CT സ്കാൻ പരിശോധിച്ചപ്പോൾ ആന്തരികമായ രക്തസ്രാവം, ഇന്റേണൽ ബ്ലീഡിംഗ് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി പറയുന്നത്. അത്രയും ആശ്വാസകരം. ഈ 19-കാരിയുടെ ഏറ്റവും വേഗത്തിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ, ഏറ്റവും സുഖം പ്രാപിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഈ വെള്ളറടക്കാരനെ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം. മദ്യപിച്ചു എന്നുള്ളതൊന്നും ഇയാൾക്കൊരു ബോണസായി മാറരുത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഒരു പെൺകുട്ടിയെ ഒരു പ്രകോപനമില്ലാതെ പിന്നിൽ നിന്ന് ചവിട്ടിത്തള്ളി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അത് മദ്യത്തിൻ്റെ അല്ല എന്തിൻ്റെ പിൻബലത്തിലായാലും അയാൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി കൊടുക്കണം. പുറം ലോകം കാണാതിരിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.